തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 5:16. അങ്ങനെ തന്നെ നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, അവർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. ക്രിസ്തീയ ജീവിതം വെളിച്ചത്തിൻ്റെ ജീവിതമാണ്. ഇരുട്ടിനെ കുറ്റപ്പെടുത്തുന്നതിലും അധികം ഒരു വിളക്ക് തെളിയിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ആഹ്വാനം. ലോകത്തിന് വെളിച്ചമാകാൻ സഭയെയും ഓരോ വിശ്വാസിയെയും ദൈവം വിളിച്ചിരിക്കുന്നു. വെളിച്ചം സ്വയം സംസാരിക്കുന്നില്ല, ഇത് പ്രകാശിക്കുന്നു. അതുപോലെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി വാക്കുകളേക്കാൾ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു. ഒന്ന്, വെളിച്ചം സ്വയം കത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു. ഒരു മെഴുകുതിരി കത്തുമ്പോൾ അത് സ്വയം ഉരുകുന്നു, എന്നാൽ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം നൽകുന്നു. ക്രിസ്തുവും സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന് രക്ഷയുടെ പ്രകാശമായത്. ബൈബിൾ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം പ്രാപിക്കും. യോഹന്നാൻ 8:12. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുന്ന നാം സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും ത്യാഗത്തിലൂടെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകണം. മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു, സ്പ്രെഡ് ലവ് എവരിവെയർ യു ഗോ, ലെറ്റ് നോ വൺ എവർ കം ടു യു വിതൗട്ട് ലീവിംഗ് ഹാപ്പിയർ. രവീന്ദ്രനാഥ് ടാഗോർ ഇപ്രകാരം എഴുതി, ഫെയ്ത്ത് ഇസ് ദ ബേർഡ് that feels the light and sings when the dawn is still dark. വെളിച്ചം ഇരുട്ടിനെ നീക്കുന്നു. ഒരു ചെറിയ വിളക്കിന് പോലും വലിയ ഇരുട്ടിനെ അകറ്റുവാൻ കഴിയും. അതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതം സമൂഹത്തിലെ നിരാശ, ഭയം, അനീതി, വെറുപ്പ് എന്നിവയെ വെല്ലുവിളിക്കുന്ന ശക്തിയാണ്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ഫിലിപ്പിയർ 2:15, ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ നിങ്ങൾ ലോകത്തിൽ പ്രകാശിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലങ്ങളിലും സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം പരത്തുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഇപ്രകാരം പറഞ്ഞു, ഡാർക്ക്നെസ് cannot drive out darkness, only light can do that. Hate cannot drive out hate, only love can do that. മഹാത്മാഗാന്ധി പറഞ്ഞു, ബി ദ ചേഞ്ച് ദാറ്റ് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ്. വെളിച്ചത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. വെളിച്ചം സ്വയം മഹത്വപ്പെടുവാൻ അല്ല, മറ്റുള്ളവർക്ക് വഴി കാണിക്കുവാനാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യവും സ്വന്തം മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വമാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുത്ത വംശവും രാജകീയ പുരോഹിത വർഗവും ആകുന്നു. നിങ്ങളെ ഇരുളിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ മഹത്വങ്ങളെ വർണ്ണിക്കേണ്ടതിന്. 1 പത്രോസ് 2:9. നമ്മുടെ സൽപ്രവർത്തികൾ, പ്രാർത്ഥന, വിനയം, കരുണ എന്നിവയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകം കാണണം. ശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, preach the gospel at all times, when necessary use words. ആൽബർട്ട് ഷ്വൈറ്റ്സർ ഇപ്രകാരം എഴുതി, example is not the main thing in influencing others, it is the only thing. ലോകം ഇന്ന് അനേകം ഇരുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധങ്ങളുടെ ഇരുട്ട്, നിരാശയുടെ ഇരുട്ട്, ആത്മീയ ശൂന്യതയുടെ ഇരുട്ട്. ഈ സാഹചര്യത്തിൽ ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങളുടെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മളുടെ വിശ്വാസം വെളിച്ചമാകട്ടെ, നമ്മളുടെ സ്നേഹം വെളിച്ചമാകട്ടെ, നമ്മളുടെ സേവനം വെളിച്ചമാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ട് മനുഷ്യർ നമ്മയല്ല, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. ഓർമ്മിക്കേണ്ട വചനം, ഒരു വിളക്ക് തെളിയിക്കുന്നത് 1000 വർഷത്തെ ഇരുട്ടിനെ അകറ്റുന്നു. അതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രകാശമാകുന്നു. ദൈവം നിങ്ങളെ വെളിച്ചമാക്കിയിരിക്കുന്നു, അതിനാൽ പ്രകാശിച്ചുകൊള്ളുവിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.